യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഈ കാലഘട്ടത്തിൽ UK വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു നിയോഗം അതാണ്. കർത്താവേ, ഒരു 3-ാം പെന്തക്കോസ്ത നീ ഇവിടെ തരണം. അവിടെ നിന്ന് ചില പള്ളികൾ പൂട്ടിക്കൊണ്ട് നമ്മുടെ നെഞ്ച് തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ പള്ളി പൂട്ടി മുസ്ലിംസ് മേടിക്കുകയാണ്. കാരണം നമുക്ക് ആൾക്കാരുമില്ല, വിശ്വാസം കുറഞ്ഞു വരുന്നു. അവർക്ക് ഇഷ്ടം പോലെ പിള്ളേർ. UK പ്രതിഭാസം അങ്ങനെയാണ്. അവിടെയുള്ള മലയാളി കത്തോലിക്കർക്ക് പലർക്കും 1.5 2 പിള്ളേരേ ഉള്ളൂ. മുസ്ലിംസിനാണല്ലോ 5-6 പിള്ളേർ. അവിടുത്തെ പെണ്ണുങ്ങൾ പണിക്ക് പോവുകയില്ല, ആണുങ്ങൾ ടാക്സി പിടിക്കാൻ എന്തെങ്കിലും പോകും. ഗവൺമെൻറ് ഓരോ കൊച്ചുണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ പൈസ കൊടുക്കും. അവിടുത്തെ നിയമം അങ്ങനെയാണ്. ഇവർക്ക് ഇഷ്ടംപോലെ പിള്ളേർ. അവർ 2 മൈൽ ചുറ്റളവിൽ 18 മോസ്കാണ് ബർമിംഗ്ഹാമിൽ വെച്ചിട്ടുള്ളത്. 18 മോസ്ക് എല്ലാം നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർ. അവർ ധാരാളം ആൾക്കാർ. നമുക്ക് വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് നമ്മുടെ പള്ളി വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവർ മേടിക്കുന്നു. ഒന്നെങ്കിൽ അവർ മേടിക്കും, അല്ലെങ്കിൽ ബാറുകാർ മേടിക്കും. ഇങ്ങനത്തെ തകർച്ചയാണ്. ഈ ഒരു തകർച്ചയുടെ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി പൊട്ടിക്കരയാനായിട്ട് കുറച്ച് ആൾക്കാരെ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുതിയൊരു പെന്തക്കോസ്താനുഭവം യൂറോപ്യൻ രാജ്യങ്ങളിൽ വേണം. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കൂടുതൽ സുവിശേഷ വേല ചെയ്യേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് നിങ്ങൾ വട്ടാലച്ചന് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കും യൂറോപ്പിൽ പോകുന്ന നല്ല സുഖമാണെന്ന്. ഇവിടത്തേക്കാൾ 10 ഇരട്ടി കഷ്ടപ്പാടാണ് എനിക്ക് അവിടെ ഉള്ളത്. ഹല്ലേലൂയ. ഭയങ്കരമായ മഞ്ഞ്, അതികഠിനമായ ശൈത്യം, തനിച്ച് ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ ക്ലീൻ ചെയ്യണം, എല്ലാ പരിപാടിയും തനിച്ച് ചെയ്യണം. ഭയങ്കരമായ ലേശം ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ ഈ കാലഘട്ടത്തിൽ അതിശക്തമായി വചനം വിതയ്ക്കേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഇനിയുള്ള കാലത്ത് പ്രധാനമായിട്ടും മലയാളികളിലൂടെ ആയിരിക്കും ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ വട്ടാലച്ചൻ അവിടെ വരുമ്പോൾ അത്ഭുതകരമായ അഭിഷേകമാണ് ദൈവം നൽകുന്നത്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ യൂറോപ്പിന് വേണ്ടി, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം. അടച്ചു പൂട്ടിക്കിടക്കുന്ന ഓരോ പള്ളിയും തുറക്കാൻ തക്ക തരത്തിലുള്ള വിശ്വാസ അഭിഷേകം അവിടെ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പം വിശുദ്ധന്മാരിൽ നിറഞ്ഞ പോലത്തെ അഭിഷേകമാണ് ദൈവമായ കർത്താവ് നമുക്ക് തരുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ അവിടെ വിശ്വാസത്തിൽ വലിയൊരു ഉയർച്ച അങ്ങോട്ടുണ്ടായി. മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് മീഡിയ മാർപ്പാപ്പയെക്കുറിച്ച് പല തെറ്റായ കാര്യങ്ങളും, കാത്തലിക് ചർച്ചിനെക്കുറിച്ച് പല തെറ്റായ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ പ്രബോധനങ്ങൾ, വെള്ളം ചേർക്കാത്ത പ്രബോധനം, അബോർഷനെതിരെയുള്ള ശക്തമായ പ്രബോധനം, യൂത്തനേസിയക്കെതിരെയുള്ള ശക്തമായ പ്രബോധനം, അതുപോലെ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നതിനുള്ള ശക്തമായ പ്രബോധനം എല്ലാം സഭയിലുണ്ട്. കാത്തലിക് ചർച്ചിനെ പോലെ ടീച്ചിങ്സ് ഇത്രയും കൃത്യമായ സഭ വേറൊന്നുമില്ല. മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് പല നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പത്രോസിൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ ശരിക്കും പിൻഗാമി തന്നെയാണ്. ഹല്ലേലൂയ. അദ്ദേഹം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ BBC എല്ലാം വളരെ പോസിറ്റീവായിട്ട് മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നു. ആളുകളെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ആൾക്കാരെല്ലാം ഒരുപാട് സൗഖ്യങ്ങൾ, രോഗസൗഖ്യം കിട്ടിയ കാര്യം, വിശ്വാസം വർദ്ധിച്ച കാര്യം എല്ലാം അങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വാസം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ സംഭവിച്ച കാര്യം എന്നറിയാമോ? 3 ലക്ഷം അവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ചിലെ ആൾക്കാർ ഒറ്റ ട്രിപ്പായിട്ട് 3 ലക്ഷം പേര് കം ബാക്ക് ടു ദ കാത്തലിക് ഫെയ്ത്ത്. അവർ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരികയാണ്. 5 ബിഷപ്പുമാർ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയെ ദൈവം അത്രമാത്രം സ്നേഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ശരിക്കും പത്രോസാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെടുകയും ചെയ്ത സഭയാണ് കത്തോലിക്ക തിരുസഭ. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശുദ്ധന്മാർ ചെയ്തതുപോലത്തെ അത്ഭുത പ്രവൃത്തികൾ ഒരു പെന്തക്കോസ്തക്കാരനും ചെയ്തിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അത്രയും അഭിഷേകമാണ് വിശുദ്ധർക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചു, അവർ വിധേയത്വത്തിലും അനുസരണത്തിലും മാർപ്പാപ്പയുള്ള സ്നേഹത്തിൽ നിലനിന്നു. അത്ഭുതകരമായ അഭിഷേകം ദൈവം അവരിലൂടെ ചെയ്തു. നമ്മളിന്ന് ശ്രദ്ധിക്കുന്ന കാര്യം അതാണ്. നമ്മൾ അവൻ്റെ ഭവനമാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭവനമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതിനുവേണ്ടി ഹെബ്രായ ലേഖന കർത്താവ് പൗലോസ് പറയുന്ന കാര്യം ഇതാണ്: നീ ആത്മധൈര്യം കൈവിടരുത്. ആത്മധൈര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കോൺഫിഡൻസ്, ആത്മധൈര്യം. ചില ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആത്മധൈര്യം വിട്ടുപോവുകയാണ്. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 38-39 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയണത്: പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. പലപ്പോഴും നമുക്കുള്ള ഒരു തിന്മയുടെ അരൂപിയാണ് പിന്മാറ്റത്തിൻ്റെ അരൂപി. ഇവിടെ ഒന്ന് ആദ്യ വെള്ളിയാഴ്ച ഒന്ന് പ്രാർത്ഥിച്ചാൽ ഉഷാറായി, വിശ്വാസം വർദ്ധിച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ കടബാധ മാറിയിട്ടില്ല, പ്രശ്നം മാറി, രോഗം മാറിയിട്ടില്ല. അപ്പോൾ വീണ്ടും കാര്യമൊന്നുമില്ല. വീണ്ടും ചിലപ്പോൾ ചില കുടിയിലേക്ക്, അല്ലെങ്കിൽ ചില അശുദ്ധിയിലേക്ക്, ചില പാപത്തിലേക്ക്, വിശ്വാസക്കുറവിലേക്ക് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്: പിന്മാറി
നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. അങ്ങനെ കൂട്ടം ആൾക്കാരുണ്ട്, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന ആൾക്കാർ. ചില കൂട്ടരുണ്ട് അവരെ പിന്മാറി നശിപ്പിക്കപ്പെടുന്ന കൂട്ടർ. ചിന്തിച്ചു നോക്കുക, ഞാൻ ഏത് കൂട്ടത്തിൽ പെടുന്നവനാണ്? ഞാൻ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ കൂടുതലായിരിക്കും. നരകത്തിലേക്കുള്ള വഴി വിശാലമാണെന്ന് പറഞ്ഞതുപോലെ. പക്ഷേ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ട് മാറാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് തെരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട, ദൈവം അത്ഭുതകരമായിട്ട് അങ്ങോട്ട് ഇടപെടാൻ മതിയായവനാണ്. ഞാൻ UK ചെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ വിശ്വാസം ഒരുപടി കൂടി ദൈവം വർദ്ധിപ്പിച്ചു, ഒരുപടി കൂടി ദൈവം വർദ്ധിപ്പിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു പല ഇടവുകളിലും വാർഷിക ധ്യാനങ്ങൾ നടത്തിയും അങ്ങനെ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് എന്നോട് അച്ഛൻ റാഫേൽ മാപ്രാണിപുരത്തിനോട് നയിച്ചായിരുന്നു. ധ്യാനം നടത്തുകയാണ്. അപ്പോൾ ഒരു കുടുംബം, അവരുടെ മെയിൻ ഒരു പ്രശ്നം ഇതാണ്, ആ കുടുംബനാഥൻ മദ്യപാൻ അങ്ങോട്ട് കൂടി അദ്ദേഹം ലക്കും ലഗാനില്ലാത്ത രീതിയിലായിപ്പോയി. അവിടെ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കട്ടി, അങ്ങനെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് പോലീസ് പിടിച്ചു വെച്ചു. ചിലപ്പോൾ അദ്ദേഹം അനുവാദമില്ലാത്ത വഴി കൂടെ വണ്ടി ഓടിച്ചു, അപകടം മരണമായിരുന്നു. സ്വല്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു. ഈ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ മക്കളെപ്പോലും പറഞ്ഞയക്കാൻ സങ്കടവും വിഷമവും ഭാരമാണ്, പറഞ്ഞയക്കാൻ അത്രയും ഭാരമാണ്. 25 കൊല്ലമായിട്ടുള്ള ഈ ഒരു ബന്ധനം, ഈ ഒരു ബന്ധനമാണ്, ഭയങ്കര ഒരു തിന്മ. ആ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, പക്ഷേ അദ്ദേഹത്തിന് മുഴുവൻ വിട്ടുപോയില്ല. അന്ന് കർത്താവ് ഒരു സ്പർശനം നടത്തി, അദ്ദേഹത്തിന് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനൊരു ആഗ്രഹം കൊടുത്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ചിലപ്പം ചില ശുശ്രൂഷകൾ ദൈവം ഒന്ന് സ്പർശിക്കും, ചില ശുശ്രൂഷകൾ ദൈവം വീണ്ടും ഒന്നുകൂടെ സ്പർശിക്കും. ഏതായാലും ആ ഭാര്യ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് ഭർത്താവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സ്നേഹിച്ച് പ്രാർത്ഥിച്ചോ ദൈവം ഇടപെട്ടോളും. എല്ലാ ഭാര്യമാരും ശ്രദ്ധിക്കണം. മദ്യപാന സ്വഭാവമുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, 2 പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി സ്നേഹിച്ച് പ്രാർത്ഥിച്ച വ്യത്യാസം ഉണ്ടാകും. ഈ സ്ത്രീ 6 മാസം വീണ്ടും പ്രാർത്ഥിച്ചു. ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം മുഴുവൻ മാറില്ല. ഞാൻ പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ ഭാര്യ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് വലിയൊരു കുപ്പിയെടുത്ത് അദ്ദേഹം മദ്യയിലേക്ക് ഒഴിച്ച് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം സ്പർശിക്കും. ചിലരെ അത്ഭുതകരമായിട്ട് സ്പർശിക്കും. ഒരു പ്രത്യേക തരം ഒരു സ്പർശനം, ഒരു കൃപ അതിപ്രകാരമാണ്. അദ്ദേഹത്തിന് കുടിക്കാൻ തോന്നുന്നില്ല. അത്ര ദിവസം കുടിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് അന്ന് സാധനം ഒഴിച്ചു വെച്ചൊരു കുടിക്കാൻ തോന്നാത്ത തരത്തിൽ ദൈവം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭയങ്കര പ്രവർത്തനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ അതുകൊണ്ട് ക്ലോസറ്റിൽ ഒഴിച്ചു കഴിഞ്ഞ് കുപ്പിയെല്ലാം തല്ലിപ്പൊട്ടിച്ച് ഭാര്യ വരുമ്പോൾ സുബോധത്തോടെ ഇരുന്ന് ഭാര്യയോട് ക്ഷമയെല്ലാം പറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ദൈവം അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി. ഒരു പുതിയൊരു അഭിഷേകം അങ്ങോട്ട് ദൈവം കൊടുത്തു, ഒരു പുതിയൊരു അഭിഷേകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരനോട് പറയാം, അച്ഛാ, കഴിഞ്ഞ 13 കൊല്ലങ്ങളായി ഞാൻ നിരന്തരം കണ്ണീരൊഴുക്കുകയും കഷ്ടപ്പെടുകയും ഇയാളെ പല പ്രാവശ്യം ഉപേക്ഷിച്ചാലെന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ 6 മാസങ്ങളായി ഇപ്പോൾ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുത സ്നേഹവും അഭിഷേകമാണ് തരുന്നത്. ഇയാൾ പറഞ്ഞു, 25 കൊല്ലം ഞാൻ തോന്നിവാസം നടന്നപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷത്തെക്കാൾ 1000കണക്കിന് മടങ്ങ് സന്തോഷമാണ് വെറും 6 മാസം കൊണ്ട് ദൈവം എനിക്ക് തന്നത്. അതാണ് 90-ാം സങ്കീർത്തനം 14-ാം വാക്യം. അങ്ങ് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം വർഷങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം ദിവസങ്ങളും സന്തോഷിച്ചുല്ലസിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ എത്രമാത്രം വർഷങ്ങളും ദിവസങ്ങളും ദുരിതം അനുഭവിച്ചോ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങളും ദിവസങ്ങളും സന്തോഷിച്ചുല്ലസിക്കാൻ തക്ക തരത്തിൽ നമ്മളെ അഭിഷേകം ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. അവൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇന്നല്ലെങ്കിൽ നാളെ ഇടപെടാൻ മതിയായവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല, അവൻ ഇടപെടും. എത്ര വലിയ തകർച്ചയാണെങ്കിലും അവൻ ഒരു ദിവസം ഇടപെടും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്. യേശു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നമ്മൾ പലരും അങ്ങനെയായിരിക്കും. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. വീണ്ടും യേശു നിങ്ങളെ കാണുന്ന ഒരു നിമിഷം, ഒരു ദിവസം വരും. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല.
അത്തരമൊരു സന്തോഷം നമുക്ക് നൽകാൻ മതിയായവനാണ് ജീവിക്കുന്ന യേശു ക്രിസ്തു. അവൻ മതിയായവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സകല ദുഃഖങ്ങളും സന്തോഷമായിട്ട് മാറ്റാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ ദിവസം അച്ഛൻ ഞങ്ങളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലേ? ചോദിച്ചു. അതെ, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറഞ്ഞു, അച്ഛാ, ഞാൻ കുറച്ച് കൊല്ലങ്ങളായി കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പേടി, നാണം. ഞങ്ങൾ ആരെയും ഫോൺ വിളിക്കുകയില്ല. ഒരു കമ്മ്യൂണിറ്റിയിലേക്കോ ഒരു അസോസിയേഷന് എവിടെ ഞങ്ങൾ പോകത്തില്ല. പള്ളിയിൽ പോലും പലപ്പോഴും ഞങ്ങൾക്ക് വരാൻ മടിയാണ്. വരികയാണെങ്കിൽ ഞങ്ങൾ നേരം വൈകി വരും, കുർബാന കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. കാരണം എന്നാ, ഇവർ ഭയങ്കര വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരിക്ക് ഒരു ചിന്ത, അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച വ്യത്യാസം ഉണ്ടാകും. അവൾ കെട്ടിയവനെ കൂട്ടിക്കൊണ്ട് വന്നു, അന്നൊന്ന് പ്രാർത്ഥിച്ചു. അവൾ പറയാം, അച്ഛാ, ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം ഞങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ദുഃഖങ്ങളും സന്തോഷമായിട്ട് മാറ്റാൻ ശക്തിയുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. വീണ്ടും യേശു നമ്മളെ കാണും. വീണ്ടും യേശു നമ്മളെ തൊടും. വീണ്ടും യേശു നമ്മോട് കരുണ കാണിക്കും. ബൈബിളിൽ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ വാക്കാണ് വീണ്ടും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 22 മുതലുള്ള വാക്യങ്ങളിൽ ഒരു അന്ധനെ കർത്താവായ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. തുപ്പല് കൊണ്ട് കുറച്ച് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി. എന്നിട്ട് ചോദിച്ചു, നീ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ മനുഷ്യനെ മരത്തെ പോലെയാണ് കാണുന്നത്. തുടർന്ന് ബൈബിൾ പറയാണ്, യേശു വീണ്ടും അവനെ തൊട്ടു. വീണ്ടും യേശു അവനെ തൊട്ടു. തുടർന്ന് യേശു ചോദിച്ചു, നീ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്. മനുഷ്യനെ പോലെ കാണാൻ അവൻ്റെ കണ്ണ് കർത്താവ് തുറന്നു കൊടുത്തു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ഒരു ധ്യാനത്തിൽ കൂടി മുഴുവൻ സ്വാതന്ത്ര്യം പ്രാപിക്കാത്തത്? യേശു പോലും ആദ്യം തൊട്ടിട്ട് അന്തര സൗഖ്യം ഉണ്ടായില്ല. യേശു വീണ്ടും തൊട്ടു. നോക്കിയേ, വീണ്ടും തൊടാൻ മതിയായവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ വീണ്ടും തൊടും. അതുകൊണ്ടാണ് 42-ാം സങ്കീർത്തനത്തിൽ വീണ്ടും 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 ആവർത്തിച്ച് ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നിരാശപ്പെടുന്നു? നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിന്റെ സഹായവും നിന്റെ ദൈവവുമായ അവിടുത്തെ വീണ്ടും നീ പുകഴ്ത്തുക. വീണ്ടും അവിടുത്തെ പുകഴ്ത്തുക. വീണ്ടും അവിടുത്തെ ആരാധിക്കുക. കൃതജ്ഞതാ ഗീതത്തോടെ അവൻ്റെ അങ്കണത്തിലേക്ക് നീ വരിക. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അങ്കണത്തിലേക്ക് നീ കൃതജ്ഞതാ ഗീതത്തോടെ നന്ദി പറഞ്ഞ് കടന്നു വരുമ്പോൾ അവൻ വീണ്ടും നമ്മളെ അഭിഷേകം ചെയ്യും. മതിയായവനാണ് നമ്മുടെ കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കാൻ മതിയായ ദൈവമാണെന്ന് നമ്മൾ ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിക്കണം. വീണ്ടും കർത്താവ് നമ്മളെ കാണും. വീണ്ടും കർത്താവ് നമ്മളെ കാണും. ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികൾ വിരഹവേദനയിരിപ്പുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെയും, ഇന്ന് കർത്താവ് ഒരു സ്വർഗത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് തരാൻ മതിയായവനാണ്. അവൻ വീണ്ടും നമ്മളെ കാണും. അവൻ വീണ്ടും കാണും. ഈ ലോകത്തിലല്ലെങ്കിൽ പരലോകത്തിൽ വെച്ച് അവൻ കാണും നമ്മളെ. അതൊരു വലിയൊരു പ്രത്യാശയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പല ശുശ്രൂഷ നമ്മൾ മാറാനാഥ എന്ന് പേരിട്ടിട്ടുള്ളത്. കർത്താവെ, നീ വേഗം വരണമേ. ഈ ഒരു വലിയൊരു പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു അവൻ വീണ്ടും വരും. അവൻ വീണ്ടും നമ്മളെ കാണും. വാനമേഘങ്ങളിൽ അവൻ വീണ്ടും വരും. ഈ ഒരു വലിയ പ്രത്യാശ നമ്മളെ നയിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ മരിച്ചതിൽ ഒരുപാട് വിഷമത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവിനോട് പറ, യേശു നിങ്ങൾക്കൊരു സ്വർഗീയ ദർശനം തരാൻ മതിയായവനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരല്ല എന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏറ്റവും നിർഭാഗ്യരാണ്. അതാണ് 1 കൊരിന്ത്യർ 15:19 പൗലോസ് പറയണത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൻ്റെ അപ്പുറത്ത് ഒരു നിത്യജീവനെ പറ്റിയുള്ള വലിയൊരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശയും പ്രതീക്ഷയും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യും, അത്ഭുതകരമായിട്ട് നമ്മളെ അഭിഷേകം ചെയ്യും. ഹെബ്രായ ലേഖനം 3:6 ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ മുറുകെ പിടിക്കണം. അവസാനം വരെ മുറുകെ പിടിക്കണം. എങ്കിൽ നാം അവൻ്റെ ഭവനമായി തീരും. അവസാനം വരെ മുറുകെ പിടിക്കാനുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ അരിക്കാടനോട് പറഞ്ഞ സംഭവം ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് UK താമസിക്കുന്നത്. നല്ല കൃപയുള്ള അച്ഛനാണ്. അച്ഛൻ ഡിസംബറിലും കൂടി തിരിച്ചു വരികയാണ്. അച്ഛൻ പറയുകയാണ്, ഒരിക്കൽ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥ, ഭർത്താവ് ഭയങ്കര മദ്യപാനം, മകൻ മദ്യപാൻ, രണ്ടുപേരും ഒരേപോലെ മദ്യപാനവും തെറിയും. അവർ അപ്പുറത്തെ മുറിയിരുന്ന് മദ്യപിക്കും. ഈ അമ്മ ഒരു പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തി ചരല് വിരിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കും. 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 10 കൊല്ലം പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈ അമ്മച്ചി വിശ്വാസമുള്ള സ്ത്രീയായിരുന്നു. അവസാനം വരെ മുറുകെ പിടിക്കണം. അവർക്കറിയാം. അവർ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ആ അമ്മച്ചി മരിച്ചു. ആ അമ്മച്ചി പ്രാർത്ഥിച്ചു, അവർ മരിച്ചു. പക്ഷേ ഇവർക്ക് വ്യത്യാസം ഉണ്ടായില്ല. പക്ഷേ ഈ അമ്മ മരിച്ചതിൻ്റെ പിറ്റത്തെ വർഷം അന്ന് ഈ ഭർത്താവ്, ഒരുപാട് വർഷമായിട്ട് തിന്മയ്ക്ക് അടിമപ്പെട്ട വ്യക്തി, അത്ഭുതകരമായിട്ട് മാനസാന്തരപ്പെട്ടു. 2 വർഷം കൂടെ അവർ അമ്മച്ചി സ്വക്കത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. മകൻ കംപ്ലീറ്റ് മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്തറിയാമോ? അവർ വചനോത്സവ മാസികയും മറ്റ് ആത്മീയ പ്രസിദ്ധീകരണം എടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിതരണം ചെയ്ത് ഒരുപാട് വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറി. ആ അമ്മച്ചി അവസാനം വരെ മുറുകെ പിടിച്ചു, നിരാശപ്പെട്ടില്ല, പ്രത്യാശയോട് മുറുകെ പിടിച്ചു. ഒരുപക്ഷെ അമ്മച്ചിക്ക് കാണാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവസരം കിട്ടിയില്ലെങ്കിലും അമ്മച്ചിയെ സ്വർഗത്തിലിരുന്ന് കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, വി ആർ ഹിസ് ഹൗസ്, നമ്മൾ അവൻ്റെ ഭവനമാണ്. ഓൺലി ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ടു അവർ ഹോപ്പ് ആൻഡ് പ്രൈഡ് ഇൻ അവർ കോൺഫിഡൻസ്. നമുക്ക് ഒരു വലിയൊരു ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും ഉണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ഭവനമായിട്ട് മാറും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അത്ഭുതകരമായിട്ട് സ്പർശിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് UK വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെയുള്ള നമ്മുടെ മലയാളി കുട്ടികളിലൂടെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചില സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. ഒരു സംഭവം ഞാൻ പറയാം. അവിടെ സുവിശേഷ വേല ചെയ്യുന്ന കുട്ടികൾ, നമുക്കറിയാം അവിടുത്തെ ഒരു അവസ്ഥ. നമ്മുടെ ഈ കേരളത്തിൻ്റെ വെളിയിൽ യൂറോപ്പിലോ ഇറ്റലിയോ എവിടെ നമ്മുടെ ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസ പ്രതിസന്ധിയാണ്. അവർ പഠിക്കുന്ന സ്കൂളിൽ 90% അല്ലെങ്കിൽ 95% കുട്ടികളും നിരീശ്വരവാദികളാണ്. ഏറ്റവും വലിയൊരു തിന്മ അതാണ്. പണ്ട് മട്ടായച്ചൻ വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഓർക്കാറുണ്ട് എപ്പോഴും. ശരിക്കും ഒരു അരൂപി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു തിന്മ. പ്രിയപ്പെട്ടവരെ, ആ കുട്ടികൾ പറയും, അച്ഛാ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ 90% കുട്ടികൾ നിരീശ്വരവാദികളാണ്. പക്ഷേ ഈ നിരീശ്വരവാദികളായ കുട്ടികളുടെ ഇടയിൽ നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾ ശരിക്കും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. ഒരിക്കൽ ലണ്ടൻ ഭാഗത്തൊരു സ്കൂളിൽ ടോണി എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ +1 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, നിങ്ങൾ എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഒരു പ്രസംഗം പറയുന്നത്, ഇഷ്ടമുള്ള വിഷയത്തെക്കുറിച്ച് എടുക്കാം. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തന്നെ ഒരുപാട് സെക്കുലർ ആയിട്ടുള്ള കാര്യം, സ്പോർട്സിനെക്കുറിച്ചും അതുപോലെ തന്നെ ക്രിക്കറ്റിനെക്കുറിച്ചും അങ്ങനെ പലതരം കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് തീരുമാനിച്ചു. ഇവനോട് ചോദിച്ചു, ടോണി നീ എന്തിനെക്കുറിച്ചാണ് പറയണത്? അവൻ പറഞ്ഞു, ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് യേശുവിനെക്കുറിച്ച് പ്രസംഗം പറയണം. എല്ലാവരും ആർത്ത് ചിരിച്ച് കളിയാക്കി, യു സ്റ്റുപ്പിഡ്, വാട്ട് ആർ യു സേ, നീ എന്തൊരു മണ്ടനാണ്, നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ജീസസിനെ കുറിച്ചോ? അവർക്കെന്ന് പറഞ്ഞാൽ പലർക്കും പുച്ഛമാണ്. അവൻ പറഞ്ഞു നോ. അവൻ പറഞ്ഞു, ആദ്യം മനസ്സിനൊരു ഇടിവുണ്ടായ അച്ഛാ, അവരെല്ലാവരും കളിയാക്കിയപ്പോൾ. പക്ഷേ അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. അവൻ പിന്നത്തെ ആഴ്ച അവൻ ആ പ്രസംഗം പറഞ്ഞു. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവനൊരു പ്രസംഗം അങ്ങോട്ട് പറഞ്ഞു. അവൻ പറയുകയാണ്, അവൻ ഇംഗ്ലീഷ് പറയാൻ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, ഇവിടെ നിന്ന് പോയൊരു കുട്ടിയാണല്ലോ. അവനന്ന് നല്ല ഫ്ലുവൻ്റായിട്ട് യേശുവിനെക്കുറിച്ച് അങ്ങോട്ട് പ്രഘോഷണം ആരംഭിച്ചു. യേശുവിനെക്കുറിച്ച് കുറേ സമയം അങ്ങോട്ട് പറഞ്ഞു. അവനൊരു മടിയില്ല, അവൻ അനുഭവിച്ച യേശുവിനെക്കുറിച്ച് ശക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ലാസ്സിലുള്ള 4 അവിശ്വാസികളായ കുട്ടികൾ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ നിൻ്റെ പ്രസംഗം ഞങ്ങളെ സ്വാധീനിച്ചു. ഒരു കുട്ടി പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ അടുത്ത ദിവസം മുതൽ ഞാൻ പള്ളിയിൽ പോകാൻ തീരുമാനം എടുക്കുകയാണ്. ഒരു കുട്ടി അപ്പം തന്നെ മാനസാന്തരപ്പെട്ടു. ബാക്കി 3 പേര് പറഞ്ഞു, ഞങ്ങൾക്കും യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയണം, നീ പറഞ്ഞു തരണം. അവൻ പറയുകയാണ്, അവൻ അന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞതോടുകൂടി അവൻ്റെ ക്ലാസ്സിൽ ഇത്രയും കുഞ്ഞുങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് സ്പർശിച്ചു. അവൻ്റെ ക്ലാസ്സിൽ അതിലേറ്റവും ടോപ്പ് മാർക്ക്, പ്രസംഗം പറഞ്ഞ ടോപ്പ് മാർക്ക് അവന് കിട്ടുകയും ചെയ്തു. അവൻ പറയുകയാണ്, എൻ്റെ യേശു എന്നെ സഹായിച്ചു.
അങ്ങനത്തെ 11ലും 12ലും പഠിക്കുന്ന നല്ല വിശുദ്ധിയുള്ള ധാരാളം കുട്ടികളുണ്ട്. ബർമിംഗ്ഹാമിൽ കഴിഞ്ഞ ദിവസം ദൈവവിളി ക്യാമ്പ് നടത്തി കഴിഞ്ഞപ്പോൾ മലയാളികളായ 3 ആൺകുട്ടികളാണ് ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്ത് വൈദികരാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്കൊരു ബോധ്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ പെരുമഴ ഓരോ രാജ്യങ്ങളിലും പെയ്യിക്കും. ധാരാളം വചന ശുശ്രൂഷ നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ധാരാളം വൈദികരും സിസ്റ്റേഴ്സും അവിടെ ഉണ്ടായി അടഞ്ഞു കിടക്കുന്ന പള്ളികളും അടഞ്ഞു കിടക്കുന്ന കോൺവെൻറ്റുകളും തുറപ്പിക്കാൻ തക്ക തരത്തിലുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം അവിടെ വ്യാപരിക്കാൻ വേണ്ടി നിങ്ങൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മർക്കോസ് 16:20 അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പോകുക ബൈബിളിൽ 1516 പ്രാവശ്യം പറഞ്ഞ വചനമാണ്. യു ഗോ ആൻഡ് പ്രീച്ച്. നീ പോയി പ്രസംഗിക്കുക, പോകണം, ഓരോ സ്ഥലത്തും പോയി പ്രസംഗിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ലീഫ്ലെറ്റുകളും കാസറ്റുകളും പുസ്തകങ്ങളും നിങ്ങൾ ഓരോ കുടുംബത്തിലും പോകണം. യേശുവിനെക്കുറിച്ച് പറയണം, നിങ്ങൾ കൊടുക്കണം. ഒരുപടി ഇവിടെ വിശ്വാസത്തിൽ ഒരു വ്യക്തി വന്നാൽ എത്രയോ അഭിഷേകമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിത് ചെയ്യണം, പോയി പ്രസംഗിക്കണം, പോയി പ്രസംഗിക്കണം. അവിടെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഞാൻ കുറച്ച് മിനിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ എൻ്റെ ഇംഗ്ലീഷ് അവർക്ക് പലപ്പോഴും മനസ്സിലല്ല, പൊട്ട ഇംഗ്ലീഷാണ്. പക്ഷേ നീ ഇടപെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും നിന്നെക്കുറിച്ച് പറയും. നീ എനിക്കൊരു അടയാളം തരണം. ബൈബിൾ മർക്കോസ് 16:20 പറഞ്ഞ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. നീ അടയാളം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം. ഇംഗ്ലീഷുകാരെ കുറച്ച് സമയമൊക്കെ ഇരിക്കുള്ളൂ. നമ്മളെപ്പോലെ ഇതുപോലെ ത്യാഗം സഹിച്ച് ഒത്തിരി മണിക്കൂർ ഇരിക്കുന്ന കൾച്ചർ അവർക്കില്ല. ഏതായാലും 1-2 മണിക്കൂർ സമയം ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ അവിടെ ചെന്നു. വചനപ്രഘോഷണം ആരംഭിച്ചു. ആദ്യം ഒരു സ്തുതിപ്പും പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തി. ഹാഫ് ആൻ അവർ, അരമണിക്കൂറാണ് ഞാൻ വചനം പ്രഘോഷിച്ചത്. വചനം പ്രഘോഷണം കഴിഞ്ഞ് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കരയാൻ തുടങ്ങി. അവരിലേക്ക് അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഫാദർ വി കനോട്ട് കൺട്രോൾ അവർ ടിയേഴ്സ്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒരത്ഭുതം നടന്നു. അച്ഛൻ അവിടെ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് വീട്ടിൽ തളർന്നു കിടക്കുകയായിരുന്നു 3 വർഷമായിട്ട്. 4 മാസമായിട്ട് നടന്നിട്ടില്ല. അയാൾ ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയോ ചെയ്യല. ഭക്ഷണം ഭാര്യ വിളമ്പി കൊടുക്കണം. ഇവിടെ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ആ ഭർത്താവ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വന്തം കട്ടിൽ നിന്ന് കിടപ്പിൽ അയാൾ എഴുന്നേറ്റ് തനിച്ച് അയാൾ ബാത്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി തിരിച്ചു വന്ന് ഭാര്യ വരുമ്പോൾ കാണുന്ന കാഴ്ച അയാൾ തനിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് ഒരടയാളം കാണിക്കുകയാണ്, കർത്താവ് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് ജീസസ് ക്രൈസ്റ്റ്. അവൻ പ്രവർത്തിക്കും. സകല രാജ്യങ്ങളിലും അവൻ പ്രവർത്തിക്കും. അവൻ്റെ അത്ഭുതകരമായ അഭിഷേകം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം അട്ടപ്പാടി മലമുകളിന് ഇത്രയും അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ധാരാളം സുവിശേഷ വേലക്കാർ എല്ലാ രാജ്യങ്ങളിലേക്കും പോകണം. ബഹുമാനപ്പെട്ട വട്ടാരച്ചനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അഭിയൊന്ന് പിതാവ് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവിടെ ധാരാളം അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. മർക്കോസ് 16:20 പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ശക്തമായിട്ടെന്നറിയാൻ വേണ്ടി നമുക്കൊന്നും കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങളെല്ലാം ഈശോ ഏറ്റെടുത്ത് സ്വർഗീയ കൃപകൾ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്വർഗീയ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യങ്ങളും അഭിഷേകങ്ങളും അത്ഭുതങ്ങളും ഈ മക്കളിൽ അങ്ങ് നൽകണമേ. ഈശോയെ, തകർന്ന കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ നീ പുനരുദ്ധരിക്കണമേ. മദ്യപാനികളുടെ മദ്യപാനത്തിന് കെട്ടഴിയത്തക്ക തരത്തിൽ നിന്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കട്ടെ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് വേർപിരിഞ്ഞ് വരാൻ തക്ക തരത്തിൽ സ്വർഗത്തിന്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. യേശുവേ 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 യേശുവേ. വിശുദ്ധ ഫ്രാൻസിസ് സേവരോട് ചേർന്ന്, വിൻസെന്റ് ഫെററിനോട് ചേർന്ന്, ആദ്രേ പിയോട് ചേർന്ന്, ഓ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് അത്ഭുതകരമായ അഗ്നി സ്വർഗത്തിൽ നിന്നും ഈ കൂട്ടായ്മയിലേക്ക് വർഷിക്കണമേ. യേശുവേ 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 യേശുവേ. തളർന്ന മനസ്സുകളിൽ കർത്താവിന്റെ അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. അവിശ്വാസത്തിന്റെ കെട്ടുകൾ, വിശ്വാസത്യാഗത്തിന്റെ ആത്മാവ് ഈ മക്കളിൽ നിന്ന് യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. യേശുവേ 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 യേശുവേ. അത്ഭുതകരമായി ഇടപെടണമേ കർത്താവേ, അത്ഭുതകരമായി ഇടപെടണമേ കർത്താവേ. യേശുവേ 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 യേശുവേ. മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു.
അഗ്നി രൂപത്തിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. മാലിന്യങ്ങളെല്ലാം ഇപ്പോൾ കത്തിച്ച് ചാമ്പലാക്കണമേ. കൂട്ടുകെട്ടിനെ കത്തിച്ച് ചാമ്പലാക്കണമേ. വ്യഭിചാരത്തിന്റെയും അശുദ്ധിയുടെയും ദുർവൃത്തിയുടെ ആത്മാവിനെ കത്തിച്ച് ചാമ്പലാക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ